ബീഹാറിലെ പ്രശാന്ത് കിഷോർ കാര്യമറിയാതെ പുളയ്ക്കുന്നവരോടാണ്. ഈ മോഡിഷന്മാരെ അനിയ, ഇനിയും നിങ്ങൾ പഠിക്കാനുണ്ട്. ബീഹാറിൽ പ്രശാന്ത് കിഷോർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിച്ചു. BJP ദേശീയ അധ്യക്ഷൻ ഒഴിഞ്ഞ സീറ്റാണ് BJPക്ക് നഷ്ടമായത്. വൻ പ്രഹരമാണ് BJPക്ക്. BJPയുടെ അല്ല, സംഘപരിവാറിന്റെ പതനം തുടങ്ങി. ഇതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ വാർത്തയുടെ ഉള്ളടക്കം. ചിരിക്കാൻ മടിയില്ലാത്തവർക്ക് ചിരിക്കാം. രാമായണമല്ലേ കുരങ്ങന്മാർ എന്തറിയുന്നു വിഭോ എന്ന് വിഭീഷണൻ ചോദിച്ചത് ഏറ്റുപറയാം. BJP സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ് ഭരണം പോയിട്ടുണ്ട് എന്നുവെച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് നിലവിലെ നിയമസഭാ അംഗശക്തിയെ രാഷ്ട്രീയമായി ബാധിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ബീഹാറിൽ 10 പ്രശാന്ത് കിഷോർമാർ ജയിച്ചാലും സാമ്രാട് ചൗധരിയുടെ സർക്കാരിനെ ബാധിക്കില്ല. ആകെയുള്ള 243 സീറ്റിൽ 202 സീറ്റാണ് NDAക്ക്. ഇതാണ് പറയുന്നത് മോദി അമിത്ഷാ ടീമിന്റെ എതിർപക്ഷം പൊട്ടന്മാരാണെന്ന്. അത് സത്യമാണെന്ന് അവർ ഓരോ തവണ തെളിയിക്കുകയാണ്. പ്രശാന്ത് കിഷോർ ബീഹാറിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സീറ്റ് പിടിച്ചതോടെ മോദി തകർന്നു, BJP തകർന്നു, കേന്ദ്ര സർക്കാർ വീഴുന്നു എന്നൊക്കെ പറയുന്ന മണ്ടന്മാർ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പല കഷ്ണമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു നേതാവിനെ കൂടി കൊടുക്കുകയാണ് ഇപ്പോൾ മോദിയും അമിത്ഷയും നവീൻ നിതിനും കൂടി ചെയ്തത്. കഴിഞ്ഞ ആഴ്ച 3 കുട്ടി നേതാക്കളെ പ്രതിപക്ഷത്തിന് കൊടുത്തു. എന്നിട്ട് ഒരു പൊട്ടൻഷ്യൽ പ്രതിപക്ഷ നേതാവ് വാങ്ചുങ്ങിനെ സ്വവശത്താക്കി. ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെ കൊടുത്ത് അവിടെ നേതൃത്വ നിരയുടെ എണ്ണം കൂട്ടി. ട്രാൻജൻ യുദ്ധം പോലും ഇത്ര വലിയ തന്ത്രങ്ങളൊന്നും അല്ലായിരുന്നു. ഇതൊന്നും ഈ ജന്മം മനസ്സിലാക്കാത്ത മാധ്യമ പൊട്ടന്മാരും കേരളത്തിലെ രാഷ്ട്രീയ പണ്ഡിതന്മാരും മോദിയുടെയും സംഘപരിവാറിന്റെയും അന്ത്യത്തിന്റെ തുടക്കം സ്വപ്നം കാണുകയാണ്. പാവങ്ങൾ സ്വപ്നം കാണാനും സങ്കല്പിക്കാനും ആഗ്രഹിക്കാനും നികുതി കൊടുക്കേണ്ടല്ലോ. ഒരു വിരേചന സുഖം. ഇവർ ആന്ധ്രയിൽ അല്ലു സീതാറാം രാജു ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന നരേന്ദ്രമോദിക്ക് അവിടെ കിട്ടിയ സ്വീകരണം കണ്ടിരുന്നു ആവോ? അവിടെ പുളച്ചത് യുവാക്കളായിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു, അതായത് ജെൻസി. ചന്ദ്രബാബു നായിഡു അവിടെ നടത്തിയ പ്രസംഗമുണ്ട്. അത് കേട്ടിട്ടുണ്ടാവുമോ ഇവർ? അറിയില്ല. അതുമാത്രം കേട്ടതുകൊണ്ടായില്ല. 1996 പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദേശീയ നേതാവായി വളർന്നു വന്ന് കേന്ദ്രത്തിലെ ദേവഗൌഡ ഐക്യ ഗുജറാത്ത് സർക്കാരുകളെ നിയന്ത്രിച്ച TDP നേതാവായിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ വ്യത്യാസവും വളർച്ചയും.